ഹലോ, ഇപ്പം സമയം 12 ആയി. ഇപ്പോഴേ എണീക്കുന്ന. ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. എണീറ്റിട്ട് പറയാം കേട്ടോ. ഹലോ, ഞാൻ കുറേ കാലമായി വിചാരിക്കണു വീഡിയോസൊക്കെ എടുക്കണമെന്ന്. ഞാൻ ജാൻസിന് കഴിഞ്ഞ കൊല്ലം വന്നതാണ്. 1 year ആയി UK എത്തിയിട്ട്. ഇതുവരെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നതല്ല, ലൈക്ക് ഇങ്ങനെ കുറച്ചൊക്കെ മെമ്മറീസ് പോലെ ഇങ്ങനെ എടുക്കണം എന്ന് വിചാരിക്കും. പക്ഷെ ഭയങ്കര മടിയാണ്. എഡിറ്റ് ചെയ്യണം, പിന്നെ അത് അപ്ലോഡ് ചെയ്യണം, ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് അതിലൊക്കെ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ 2-3 ദിവസമായിട്ട് ലീവാണ്. അപ്പം ഞാൻ വിചാരിച്ചു വർക്കുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചെയ്യാമെന്ന്. അങ്ങനെ ഇന്നൊരു റാൻഡം ഡേ ആണ്. പ്രത്യേകിച്ച് ഇന്ന് വലിയ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല. ഇന്ന് രാവിലെ എണീറ്റു. രാവിലെ മീൻസ് ഇപ്പോൾ 12:30 ആയി ഇവിടെ. 12:30ക്ക് എണീറ്റു. ഇനി ഫുഡ് കഴിക്കണം. ഇനി വൈകുന്നേരം എന്നൊരു പരിപാടി ഉണ്ട്, അതിന് പോകണം. അതൊക്കെ തന്നെ. അപ്പോൾ ഇപ്പം എണീറ്റ് പല്ലൊക്കെ തേച്ചു. ഇനി എനിക്ക് സ്കിൻ കെയർ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എല്ലാവരും ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ ഇടാറുള്ളൂ. മോയ്സ്ചറൈസറും ജസ്റ്റ് ലിപ് ബാമും തേക്കും. അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം പണ്ടൊക്കെ ഞാൻ വന്ന സമയത്ത് സെറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ എൻ്റെ സൺസ്ക്രീൻ കാണാതെ പോയി. ഞാൻ ബാഗിലിട്ടായിരുന്നു, ബട്ട് എവിടെയോ പോയി. ഇനിയിപ്പം നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ലൈക്ക് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണോ അത് ലഞ്ചായിട്ട് ഉണ്ടാക്കണോ എന്നറിയില്ല. ഞാൻ പറഞ്ഞില്ലേ 12:30 ആയിരുന്നു. പിന്നെ ഇപ്പം കഴിച്ചാൽ പിന്നെ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കഴിക്കുള്ളൂ. അപ്പം ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നഷ്ടക്കച്ചവടമാണ്. അങ്ങനെ ഭയങ്കര മടിയാണ്. മൊത്തത്തിൽ ഫുള്ള് ലേസി സെറ്റപ്പാണ് ഇവിടെ. വർക്കുള്ള ദിവസം ക്ലാസ്സുള്ള ദിവസം സെറ്റായി പോകും, അല്ലാത്ത ദിവസം ഇങ്ങനെയൊക്കെ തന്നെ. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒരു കോഫി ഉണ്ടാക്കണം. കോഫി നിർബന്ധമാണ്. അത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എണീറ്റാലും വൈകുന്നേരം എണീറ്റാലും രാവിലെ എണീറ്റാലും കോഫി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി പോയിട്ട് കോഫി ഉണ്ടാക്കി വെക്കാം. ബൈ. ഞാൻ വെള്ളവും പാലും അപ്പം തന്നെ ഒഴിക്കും. കാരണം എനിക്ക് ഭയങ്കര മടിയാണ് വെള്ളം നിറച്ചിട്ട് പിന്നെ പാൽ വയ്ക്കാൻ. കോഫി റെഡിയായിട്ട് ഞാൻ കഴിക്കും. ഞാനിവിടെ കോഫി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ സിമ്മ് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോഫി സെറ്റാവും. ബ്രെഡും ഓംലെറ്റും കഴിക്കാം. കോഫി ബ്രെഡ് ഓംലെറ്റ്. ഇപ്പോൾ ഇവിടെ 5:03 ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. TV ആണ് തമിഴ്മല്ലേക്ക് കണ്ടില്ല. ധൂം 2 അല്ലേ കണ്ടിരുന്നത്. ഇത് ചോറ്, ചിക്കൻ ഫ്രൈ, അച്ചാർ ഒന്നുകൂടി ഉണ്ടായിരുന്നല്ലോ. ഒരു കൂട്ടൻ കഴിച്ചിട്ട് കാണും. ബൈ. ഇപ്പം ഇവിടെ ഒരു 5:30 ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു ഒരു പരിപാടി ഉണ്ട് ഈവനിങ്. അത്
സ്റ്റാഫ് പാർട്ടിയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇന്നൊരു പാർട്ടി എല്ലാവരും കൂടി ഗ്യാദർ ചെയ്യുക, അങ്ങനെ ചില്ല് ചെയ്യുക, അതാണ്. അപ്പോൾ ഇപ്പോൾ 5:30 ആയി. ഇനി 5:45 ട്രെയിൻ. 6 പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴേക്ക് എത്തണം. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു. ഈ ഷൂ ഇട്ടു. ഇനി ഒന്നുമില്ല, ഇനി ജാക്കറ്റ് എടുക്കുക, പോവുക. ഞാൻ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ഒന്നുമില്ല, ഫലിത്തം പോവുക, അതിനെന്തെങ്കിലും കാണിക്കാം. പിന്നെ പാർട്ടിയിൽ എല്ലാവരെയും കാണിക്കാം. അപ്പോൾ അവിടെ എത്തുമ്പോൾ എനിക്കാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് കാണുന്നില്ല, കാണിച്ചു തരാം കേട്ടോ. ഇപ്പം -1 അത് ഭയങ്കര തണുപ്പാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു 2 മിനിറ്റ് മുന്നേ ഇറങ്ങുകയാണെങ്കിൽ ട്രെയിൻ കിട്ടിയായിരുന്നു. ഇനിയിപ്പോൾ 6:02 ട്രെയിനുള്ളൂ. 47 ട്രെയിൻ പോയി. ഇപ്പോൾ സമയം 50. ഈ തണുപ്പത്ത് നിൽക്കണം. 6:02 ട്രെയിനിന് വെയിറ്റിംഗ് ആണ്. തണുപ്പായിട്ട് മൂക്കൊക്കെ ചോറും. എത്തിയിട്ട് കാണാം. ഇവിടെയായിരുന്നു ഇന്ന് പരിപാടി ഉണ്ടായത്. ഇതാ രാത്രിയായി ഇറങ്ങി ഇവിടുന്ന്. ഇനി പോവാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എന്നെ കാണണില്ല എന്ന് എനിക്കറിയാം. തണുത്തിട്ട് -2 ആണ്. രാത്രി 6 മണിക്ക് വന്നതാ. ഇപ്പോൾ രാത്രി ഇപ്പോഴും ആയി, 12 ഒക്കെ ആവാനായി. ഇപ്പോഴാണ് പരിപാടി കഴിഞ്ഞത്. ഇനി വീട്ടിലേക്ക് പോകട്ടോ.